ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നമിട്ട് എം.എ. ബേബി. ഇന്ത്യ മുന്നണിയിൽ ഇടതു പാർട്ടികളുടെ ശബ്ദമാകേണ്ട എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിനു പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം കടുപ്പിച്ചത് മുന്നണിയിൽ കല്ലുകടിയാവുന്നു. ദേശീയ തലത്തിൽ വിലയിരുത്തേണ്ട ചില പ്രശ്നങ്ങളുണ്ടെന്ന ആമുഖത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇടതു സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിയത്. വിശാലാടിസ്ഥാനത്തിൽ കോൺഗ്രസിനൊപ്പമാണ് CPM എങ്കിലും ഇക്കാര്യം മറന്നുകൊണ്ട് കേരള മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുയർത്തിയാണ് വിമർശനം. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കണം. CPMനെ വിമർശിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും രാഹുൽ ഗാന്ധി പ്രചാരണ വേദികളിലെല്ലാം എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമുന്നയിച്ചു. കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താത്ത കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ എന്ന് എം.എ. ബേബി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി യോഗം വിളിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം മറികടക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും എം.എ. ബേബി പറഞ്ഞു. മധുരയിൽ നടന്ന ദേശീയ സമ്മേളനത്തിലാണ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവായി ബേബിയെ തെരഞ്ഞെടുത്തത്. ഓൾ ഇന്ത്യ കിസാൻ സഭ പ്രസിഡന്റ് അശോക് ദവ്ലയെ പിന്തള്ളിയായിരുന്നു ബേബിയുടെ ജില്ലാ സെക്രട്ടറി പദം. ബംഗാൾ കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്ന CPMന് കേരളത്തിൽ ഈ നിലപാട് സ്വീകരിക്കുക പ്രായോഗികമല്ല. കേരളത്തിൽ CPMന്റെ പ്രധാന എതിരാളി കോൺഗ്രസാണ്. പ്രതിപക്ഷ നിലപാട് വി.ഡി. സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നത്. BJP അടക്കമുള്ള സംഘടനകൾ ഇന്ത്യ മുന്നണിയിലേക്കുള്ള തർക്കമായിട്ടാണ് ഇക്കാര്യങ്ങളെ വിലയിരുത്തുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയാൻ ന്യൂസ് കേരള. അനവധി സമ്മാനങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് വിഷു ബമ്പർ. ഐശ്വര്യത്തിന്റെ ഈ വിഷുക്കാലത്ത് 5 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അണിനിരത്തി YG വിഷു ബമ്പർ. ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒന്നാം സമ്മാനം 5 ലക്ഷം രൂപ 2 പേർക്ക്. രണ്ടാം സമ്മാനം 2 ലക്ഷം 2 പേർക്ക്. മൂന്നാം സമ്മാനം 1 ലക്ഷം രൂപ 10 പേർക്ക്. കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം സുനിശ്ചിത സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. ഈ വിഷുക്കാലത്ത് മൈജിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു 5 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. കടന്നു വരൂ. വേഗമാകട്ടെ.